നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്ന പലർക്കും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ലോ ഓഫ് അട്രാക്ഷനിൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി ശരിക്കും പ്രകടിപ്പിക്കാൻ കഴിയണം, ഫീൽ ചെയ്യാൻ കഴിയണം. ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുടെ ഭാവം നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രിൻസിപ്പിൾസ് പ്രകാരം നമുക്ക് നേട്ടങ്ങൾ കുറയും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ലല്ലോ. ഇറ്റ്സ് എൻ ഇമോഷണൽ സ്റ്റേറ്റ്, ഒരു വൈകാരികമായ ഭാവമാണ്. ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ്, മനോഭാവമാണ്. പലരും ചോദിക്കുന്നത് നമുക്ക് ധാരാളം ഉണ്ടാകുമ്പോഴല്ലേ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഭാവം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഒന്നും ഇല്ലാത്തവന് എന്ത് ഗ്രാറ്റിറ്റ്യൂഡ്? ഇല്ലായ്മകളിലൂടെയും വിഷമങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നന്ദിയുടെ ഭാവം എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? ഇതാണ് പലരുടെയും ചോദ്യം. കടബാധ്യതകളും മറ്റു പ്രശ്നങ്ങളും ഒക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുക? വീട്ടിലും ജോലിസ്ഥലത്തും പഠിക്കുന്നവരാണെങ്കിൽ പഠന കേന്ദ്രങ്ങളിലും കലഹങ്ങളൊക്കെയാണ് എന്ന് വിചാരിക്കുക. ആരോട് നന്ദി പറയാൻ? ആരോഗ്യ പ്രശ്നങ്ങളാണ് എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള അവസ്ഥ എന്ന് വിചാരിക്കുക. നന്ദിയുടെ ഭാവം പോയിട്ട് നമുക്ക് കുറ്റം പറച്ചിലുകളും ആവലാതികളും മാത്രമല്ലേ ഉണ്ടാവുക? ചുരുക്കം പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാപ്പിനെസ് ദാറ്റ് മേക്സ് അസ് ഫീൽ ഗ്രേറ്റ്ഫുൾ എന്ന് പലരും പറയും. സന്തോഷമാണ് എൻ്റെ ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദിയുടെ ഭാവം സൃഷ്ടിക്കുന്നത്. തെറ്റി. ഇവിടെയാണ് പ്രധാനപ്പെട്ട മിസ്റ്റേക്ക്. തിരിച്ചാണ് പറയേണ്ടത്. ഇറ്റ് ഈസ് ഗ്രേറ്റ്ഫുൾനെസ് ദറ്റ് മേക്സ് അസ് ഹാപ്പി. സന്തോഷമല്ല ശരിക്കും നമ്മളിൽ നന്ദിയുടെ ഭാവം ഉണർത്തേണ്ടത്. പകരം നന്ദിയുടെ ഭാവമാണ് നമ്മളിൽ സന്തോഷം ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് നന്ദിയുടെ ഭാവം നമ്മളിൽ സന്തോഷം ഉണ്ടാക്കുക? ഒന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് നന്ദിയുടെ ഭാവം ഉണ്ടാവുക? ഇവിടെയാണ് തത്വം. മനസ്സിലാക്കേണ്ടത് എവ്രി മൊമെൻറ്റ് ഈസ് എ ഗിഫ്റ്റ് എന്നാണ്. ഓരോ നിമിഷവും ഒരു സമ്മാനമാണ്, ഒരു അനുഭവമാണ്. ദിസ് വെരി മൊമെൻറ്റ് ഹാസ് ബീൻ ഗിവൺ ടു യു. ഈ നിമിഷം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് നൽകപ്പെട്ടതാണ്, ഫ്രീ ആയിട്ട്. ദാറ്റ്സ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ് ദാറ്റ് ഹാസ് ബീൻ ഗിവൺ ടു യു. മറ്റു വിചാരിച്ച പല സംഗതികളും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ മൊമെൻറ്റ്, ഈ നിമിഷം നിങ്ങൾക്കുണ്ടല്ലോ. ഇതിങ്ങനെ പറയുന്നത് ബ്രദർ ഡേവിഡ് സ്റ്റെൻഡൽ റാസ്റ്റ് ആണ്. അമേരിക്കനാണ്, കാത്തലിക് ബെനഡിക്റ്റീൻ മങ്ക്. അദ്ദേഹം പറയുന്നു എവ്രി മൊമെൻറ്റ് ഇസ് എ ഗിഫ്റ്റ് എന്ന്. ആൻഡ് ഹി സേസ് ഓപ്പർച്യൂണിറ്റി ഈസ് ദ ഗിഫ്റ്റ് വിത്തിൻ എവ്രി മൊമെൻറ്റ് എന്ന്. നമുക്ക് നൽകപ്പെട്ട ഓരോ നിമിഷത്തിലും എന്തുണ്ട്? ഓപ്പർച്യൂണിറ്റി, അവസരമുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് വിയന്നയിൽ നിന്നും എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ബ്രദർ ഡേവിഡ് സ്റ്റെൻഡൽ റാസ്റ്റ് വിവിധ തരം വിശ്വാസങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ്. പ്രധാനമായും ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ ഫെയ്ത്സിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ. അദ്ദേഹത്തിൻ്റെ സെൻറ്റർ ഫോർ സ്പിരിച്വൽ സ്റ്റഡീസ് എന്ന കൂട്ടായ്മയിൽ ജൂയിഷ്, ബുദ്ധിസ്റ്റ്, ഹിന്ദു ആൻഡ് സൂഫി ടീച്ചേഴ്സ് അവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് 96 വയസ്സ് തികയുന്നു. ഹീ സേസ് എവ്രി മൊമെൻറ്റ് ഇസ് എ ഗിഫ്റ്റ് ബിക്കോസ് ഇൻ എവ്രി മൊമെൻറ്റ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. ദിസ് ഓപ്പർച്യൂണിറ്റി, ഈ അവസരം, നോക്സ് ഓൺലി വൺസ്. ഒരു തവണ മാത്രമായിരിക്കും നിങ്ങളുടെ വാതിൽക്കൽ മുട്ടുക. നിങ്ങൾക്കതറിയാൻ കഴിയണം, നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ കഴിയണം. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, എങ്ങനെയാണ് ഈ നിമിഷത്തോട് എനിക്ക് നന്ദി പറയാൻ കഴിയുക? എൻ്റെ ചുറ്റും പ്രശ്നങ്ങളാണ്, കലഹങ്ങളുണ്ട്, യുദ്ധമുണ്ട്, ധനനഷ്ടങ്ങളുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, അവർ എന്നെ വിട്ടുപോകുന്നു. എങ്ങനെയാണ് ഈ നിമിഷത്തോട് ഞാൻ നന്ദി പറയുക? ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, യു ഡോണ്ട് ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ എവ്രിതിങ് ദാറ്റ് ഹാപ്പൻസ് ടു യു ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഗതികളും നിങ്ങൾ നന്ദിപൂർവ്വം കാണണം എന്നല്ല ഇവിടെ പറയുന്നത്. ബട്ട് യു ക്യാൻ ബി ഗ്രേറ്റ്ഫുൾ ഇൻ ദ മൊമെൻറ്റ്. ഈ നിമിഷമുണ്ടല്ലോ, ഈ നിമിഷത്തിലാണ് എല്ലാം സംഭവിക്കുന്നത്. ആ സംഭവങ്ങളോട് ഞാൻ നന്ദി പറഞ്ഞിട്ടില്ലെങ്കിലും ഈ നിമിഷം എൻ്റെ മുന്നിലുണ്ട്. എന്തു തന്നെ സംഭവിച്ചാലും ഈ നിമിഷം ഉപയോഗിച്ച് എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതിനോടാണ് ഞാൻ നന്ദി പറയുന്നത്. ബിക്കോസ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഇൻ ദറ്റ് വെരി മൊമെൻറ്റ്. ഈ ഒരു ഫിലോസഫി നമുക്ക് ഇന്നു മുതൽ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയും. എങ്ങനെ കഴിയും? ലെറ്റ് us സ്റ്റാർട്ട്. നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് എന്ന വാക്കിൽ ആദ്യത്തെ 3 അക്ഷരങ്ങൾ എടുത്തോളൂ. STA. ഇതൊരു കോഡ് ഭാഷയായിട്ട് മനസ്സിൽ കരുതിക്കോളൂ. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ്. നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക. എന്തെല്ലാം നിർത്തണം? സാധാരണ ഈ മൊമെൻറ്റിൽ നടക്കുന്ന സംഭവങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ എന്താണ്?
അത് സ്റ്റോപ്പ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണെങ്കിൽ സ്റ്റോപ്പ് ദോസ് നെഗറ്റീവ് തോട്ട്സ്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാതെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല. നമ്മളൊരു ചെറിയ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഹൈവേയിലേക്ക് കയറുന്ന സമയത്ത് അവിടെ സ്റ്റോപ്പ് ബോർഡ് കാണാം അല്ലേ? നമ്മളവിടെ വാഹനം നിർത്തുന്നു. കാരണം ഹൈവേയിലൂടെ വളരെ ഫാസ്റ്റായിട്ടാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കും അതേ വേഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ, ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്ത ശേഷം തക്കം നോക്കി ഹൈവേയിലേക്ക് കയറണം. ഇതാണ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ ചിന്തകൾ മാത്രമല്ല, യുവർ വേസ് ഓഫ് ബിഹേവിയർ, സാധാരണഗതിയിൽ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറാറുള്ളത്, അത് നിങ്ങൾക്ക് ഗുണകരമല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ദറ്റ് ബിഹേവിയർ. ദേഷ്യപ്പെടുന്ന ഓരോ രീതിയുണ്ടല്ലോ, നിർത്തുക. ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്സ് സ്റ്റോപ്പ്. ഇതാണ് യെസ് എന്ന് പറഞ്ഞാൽ അർത്ഥം. 2 ടി ആണല്ലോ. ടി എന്ന് പറഞ്ഞാൽ തിങ്ക്, ചിന്തിക്കുക. ഞാനൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് ചിന്തയ്ക്കുള്ള ഒരു അവസരമായി. ഞാൻ എൻ്റെ വാഹനം നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് നോക്കാനുള്ള അവസരമുള്ളതുപോലെ തന്നെ എൻ്റെ മനസ്സിലുള്ള ചിന്തകൾ ഞാൻ നിർത്തിയാൽ അടുത്തത് എന്ത് വേണം എന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയും. ഇവിടെ എന്തെല്ലാം ചിന്തിക്കണം? ഹൗ ക്യാൻ ഐ ഡു തിങ്സ് ബെറ്റർ? ഇന്നലെ ചെയ്തതുപോലെയല്ല, കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് എങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? വാട്ട് സ്കിൽസ് ഡു ഐ നീഡ്? എനിക്ക് എന്തെല്ലാം കഴിവുകൾ നേടേണ്ടതായിട്ടുണ്ട്? വാട്ട് റിസോഴ്സസ് ഡു ഐ ഹാവ്? എനിക്കിപ്പോൾ എന്തെല്ലാം ഉണ്ട്? ഹും ഷുഡ് ഐ ആസ്ക്? ആരെയാണ് ഞാൻ കാണേണ്ടത്? ആരുടെ സഹായമാണ് തേടേണ്ടത്? ഇങ്ങനെയെല്ലാം എനിക്ക് ചോദിക്കാൻ കഴിയും. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം എന്ന് കൃത്യമായ ചിന്ത കൊണ്ടുവരിക. അതാണ് ടി. 3 എ എന്ന് പറഞ്ഞാൽ ആക്ഷൻ, നടപടിയെടുക്കുക. ചിന്തിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, നിങ്ങൾ ഒരു ആക്ഷൻ എടുത്തിരിക്കണം, നടപടിയെടുക്കണം. എങ്ങനെയുള്ള നടപടിയായിരിക്കണം? നിങ്ങൾക്ക് നല്ലതായിരിക്കണം, നിങ്ങളുടെ കൂടെയുള്ളവർക്ക് നല്ലതായിരിക്കണം, യുവർ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായിരിക്കണം, നിങ്ങളുടെ സ്ഥാപനത്തിന് ഗുണകരമായിരിക്കണം, നിങ്ങളുടെ സൊസൈറ്റിക്ക് ഗുണകരമായിരിക്കണം. സംതിങ് ഗുഡ് ഫോർ യു, ഗുഡ് ഫോർ യുവർ ഫാമിലി, ഗുഡ് ഫോർ യുവർ വർക്ക് പ്ലേസ്, ഗുഡ് ഫോർ യുവർ സൊസൈറ്റി, ഗുഡ് ഫോർ ദി എൻറ്റയർ പ്ലാനറ്റ്. ഇതാണ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, ടി എന്ന് പറഞ്ഞാൽ തിങ്ക്, എ എന്ന് പറഞ്ഞാൽ ആക്ഷൻ. ഓൾ ഓഫ് ദീസ്, എസ്, ടി, എ, ഇത് നിങ്ങൾക്കുണ്ട്. എവിടെയുണ്ട്? ഇൻ ദിസ് ഗിവൺ മൊമെൻറ്റ്, ഈ നിമിഷത്തിലുണ്ട്. ഇതാണ് നിങ്ങളുടെ അവസരം എന്ന് പറയുന്നത്. ദിസ് ഇസ് യുവർ ഓപ്പർച്യൂണിറ്റി ആൻഡ് ദിസ് ഓപ്പർച്യൂണിറ്റി ഈസ് ദെയർ ഇൻ ദിസ് വെരി ഗിവൺ മൊമെൻറ്റ്. നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു മൊമെൻറ്റിൽ ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന സത്യമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ആ മൊമെൻറ്റിനോട് നിങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ പറയാം, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് മൊമെൻറ്റ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ദറ്റ് ഐ ആം അലൈവ് ഇൻ ദിസ് മൊമെൻറ്റ്. ഞാൻ ഈ നിമിഷത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അതിനോട് എനിക്ക് നന്ദി പറയാമല്ലോ. ആൻഡ് ദിസ് മൊമെൻറ്റ് കംസ് വിത്ത് ആൻ ഓപ്പർച്യൂണിറ്റി. ഈ നിമിഷം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഒരു അവസരമായിട്ടാണ്. ഈ നിമിഷം എന്നെ വരവേൽക്കുകയാണ്. ഈ നിമിഷത്തെ സ്വീകരിക്കാനുള്ള മനോഭാവത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഈ നിമിഷത്തിന് 1000 നന്ദി. താങ്ക് യു വെരി മച്ച്.